ഇല്ലടാ കുഞ്ഞ്. ഇവിടെ അവിടെ നിൽക്കണം. ഒന്ന് പൊങ്ങ് പൊങ്ങ്. ഒന്ന് വാ. രക്ഷപ്പെട്ടു. ഒരു സെൽഫി എടുത്തോ. എന്റെ റേഷൻ കടയില് തെക്കും തിരക്കൊന്നും പറഞ്ഞ് നാളെ ഫേസ്ബുക്കിൽ എങ്ങിടും. ഇയാൾ ഇടും, നാളെ ഇടും. ഞാൻ ഇയാളെ കണ്ടിട്ട് വേണ്ടേ? ഇയാളിങ്ങനെ മാറിയുന്നേ, ഇയാളിങ്ങനെ മാറിയുന്നേ. ഇയാൾ എന്താ എന്നും താമസിച്ചു വരുന്ന കാരണം എന്താ? എന്നും താമസിച്ചു വരുന്ന എന്താന്ന് അത് നിന്നോട് ബോധിപ്പിക്കണം. അതിന്റെ കാരണം പറഞ്ഞിട്ട് കയറി അറിയണ്ടേ? എത്ര നേരം അതാണോ പ്രശ്നം? ഭയങ്കര ഒരു കോമഡി ഉണ്ടായി. ഞാനിങ്ങനെ വന്നോടിക്ക് ഞാൻ പറഞ്ഞുതരാം. അവിടെ അതെന്നെ സംഭവം എന്നറിയാവോ? ഞാനിങ്ങ് പോന്ന വഴിക്ക് എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചെന്നു. എന്റെ ഭാര്യ ഇടപെട്ടതിന്റെ പേരിൽ പൈസ തിരിച്ചു കിട്ടി. അതെന്നാടാ കുഞ്ഞെ, ഭാര്യയാണോ കളനെ പിടിച്ചേ? അല്ലെന്ന് രാവിലെ തന്നെ അവളെന്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയായിരുന്നു. അത് നന്നായി കേട്ടോ. ഇല്ലെങ്കിൽ ആ കാശ് കള്ളം കൊണ്ടുപോയേനെ. ആ കോമഡി എങ്ങനെ ഉണ്ട്? ആ നുള്ളിയത് അവിടെ തന്നെ വെക്ക. പറിച്ചെടുത്തോണ്ട് പോവാ. ഹലോ, സൂസൻ. എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ നാളെ. ഞങ്ങളിവിടെ മാളില് പർച്ചേസിങ്ങിന് വന്നേക്കുവാ. ഏത് നമ്മുടെ ക്ലബിലോ? 1 lakh? ഓ മൈ ഗോഡ്. ഞാൻ വരാം. ഓക്കെ ശരിയടാ. ഓക്കെ ബൈ. മാളോ ഇച്ചിരി താഴണം, ദാരിദ്ര്യക്ക് താഴെ. മനസ്സിലായോ? 1 രൂപയുടെ അരി മേടിക്കാൻ വന്ന ആളാ 1 ലക്ഷത്തിന്റെ കഥയാ പറയണേ. റേഷൻ കട വന്ന അരി മേടിക്കണ കാര്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാ അവർക്ക്. അല്ലേ?